മിൽമ ക്ഷീരസദനം പദ്ധതിയുടെ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കപ്പെട്ട ബളാംതോട് ക്ഷീരസംഘത്തിലെ ശോഭ തമ്പാൻ എന്ന കർഷകയുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. മിൽമ ചെയർമാൻ കെ.എസ്. മണി നിർവഹിച്ചു. കഴിഞ്ഞ 46 വർഷമായി കേരളത്തിലെ മിൽമയുടെ പ്രവർത്തനം തുടങ്ങി എന്റെ മുൻഗാമികളായ ആൾക്കാരൊക്കെ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ന് കാലികമായ മത്സരങ്ങളുടെയും കാലികമായ മാറ്റത്തും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യം എടുത്തുകൊണ്ടാണ് ഈ നിലവിലുള്ള ഭരണസമിതി പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ നൂതനമായ പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ ഒരു പദ്ധതിയാണ് നമ്മൾ പറഞ്ഞ ക്ഷീരസദനം. 60 പേർക്ക് നമ്മുടെ പാവപ്പെട്ട ക്ഷീര കർഷകർക്ക് രാവും പകലും കഷ്ടപ്പെട്ട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ മിച്ചം വെച്ച് നമുക്ക് അടുത്തുറപ്പുള്ള ഒരു വീടുണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഹതഭാഗ്യരായിട്ടുള്ള ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 2020-21 വർഷത്തിൽ നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. ആദ്യം ഒരു വീട് ഒരു ജില്ലയിൽ എന്ന പദ്ധതി 5 ലക്ഷം കൊടുത്തിട്ടാണെങ്കിൽ. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പി. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. മിൽമ മലബാർ യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ എൻ.കെ. പ്രേംലാൽ പദ്ധതി വിശദീകരണം നടത്തി. LIC ഇൻഷുറൻസ് സഹായം മിൽമ ഡയറക്ടർ പി. നാരായണൻ വിതരണം ചെയ്തു. മിൽമ സായന്തനം പദ്ധതി ധനസഹായം മിൽമ മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ കെ. സുധാകരൻ വിതരണം ചെയ്യുകയും പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. പത്മകുമാരി മിൽമ ഇൻസെന്റീവ് വിതരണം ചെയ്യുകയും ചെയ്തു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണം പഞ്ചായത്ത് മെമ്പർ അനില കുമാരി നിർവഹിച്ചു. മലബാർ മേഖലാ യൂണിയൻ മുൻ ചെയർമാൻ കെ.എൻ. സുരേന്ദ്രൻ നായർ, കാസർഗോഡ് P&I വിഭാഗം ഡിസ്ട്രിക്ട് ഓഫീസർ ഷാജി വി, മേഘ മുരളീധരൻ, A.K. രാധാകൃഷ്ണൻ, തോമസ് മാത്യു, ചാക്കോ P.K. എന്നിവർ സംസാരിച്ചു. ബളാംതോട് സംഘം പ്രസിഡന്റ് വിജയകുമാരൻ നായർ K.N. സ്വാഗതവും സംഘം സെക്രട്ടറി പ്രദീപ് കുമാർ CS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.